ഹായ്, ഇന്നത്തെ നമ്മുടെ ഹെയർ 3 പേരുടേതാണ്. 3-ൽ 2 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീനും ഒരാൾക്ക് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റീനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ തിന്നായിട്ടുള്ള ഹെയറാണ്. നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ 2 വർഷമായിട്ടുണ്ട് നമ്മുടെ അടുത്തുനിന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീൻ ചെയ്തത്. അപ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. രണ്ടാമത്തെ തവണ നമ്മൾ റൂട്ട് ടച്ച് വിത്ത് കെരാറ്റീനാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും റൂട്ട് ടച്ച് വിത്ത് കെരാറ്റീനാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നാൽ മതി, കേൾസ് വേണ്ടാന്ന് പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ഹെയർ 2 വർഷം ആയിട്ടില്ലത്, 1 വർഷമായിട്ടുള്ളൂ. 1 വർഷമായതാണ് നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റീൻ ചെയ്തത്. അപ്പോൾ അന്ന് ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയറും അഴിച്ചിട്ടാലും കെട്ടിവെച്ചാലും ഒരു ഭംഗിയില്ലാത്ത ടൈപ്പ് ഹെയർ ആയിരുന്നു. അപ്പോൾ ആ ഹെയറിന് നല്ല ലെങ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് വെച്ചത് കൊണ്ടും അന്ന് നമ്മളെ കൊണ്ട് കട്ട് ചെയ്യിച്ചിട്ടില്ല ഒരുപാട്. ലെങ്ത് ശകലം കുറയ്ക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് തിന്നായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അടിഭാഗം കേൾസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല കേൾസ് അതിൻ്റെ എൻഡിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 വർഷമൊക്കെ ആകുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് ചെയ്യണം. അപ്പം അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത്രയും ലെങ്തേ കിട്ടത്തുള്ളൂ. 1 വർഷത്തെ വളർച്ചയിലുള്ള ലെങ്താണ് നമ്മളാ ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ഹെയർ. അപ്പോൾ അതിപ്പം കേൾസ് കിട്ടത്തക്ക വിധത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള ഹെയർ കിട്ടണം. അതുകൊണ്ട് കാരണം ആദ്യത്തെ നമ്മുടെ പഴയ ഹെയറും ഫുള്ള് പോയി. പക്ഷേ അത് 1 വർഷം വരെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്ന് തിന്നായതുകൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്തത്. കാരണം നല്ല കേൾസും കൂടെ കിട്ടണമെന്ന് പറഞ്ഞതുകൊണ്ട്. നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ആദ്യത്തെ ഹെയർ. നല്ല തിന്നായിട്ടുള്ള ഹെയറാണ്. എന്നിട്ട് ഞാൻ ഇതിന് കുറച്ചൊന്ന് ലെങ്ത് കുറച്ചിട്ടുണ്ട്. കാരണം ലെങ്ത് ഉണ്ട്, പക്ഷേ അത് കെട്ടി വെക്കുമ്പോഴത്തേക്ക് ചുരുണ്ട് മുകളിലേക്ക് പോവും. തീരെ ആരോഗ്യം കുറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഹെയറാണ്. ഒട്ടും ഹെൽത്തി ഹെയർ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. ഇത് അഴിച്ചിട്ടുകൊണ്ട് നടക്കാം. അതുപോലെ ഓരോ വാഷ് കഴിയും തോറും ഇതിന് വോളിയം കൂടുതൽ വരും. 1 വർഷമൊക്കെ ആകുമ്പോൾ നമ്മൾ റൂട്ട് ടച്ച് ചെയ്യുക. 6 മാസം ആകുമ്പോൾ വരാൻ പറ്റാത്തവർ, ഇപ്പോൾ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ വർഷത്തിലല്ല വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആകുമ്പോൾ 1 വർഷമാകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല പുതിയ ഹെയർ ആയിരിക്കും കിളിക്കുന്നത്. അപ്പോൾ ആ ഹെയർ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഹെയറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് രണ്ടാമത്തെ ഹെയർ വോളിയമൈസിങ് ചെയ്ത് തീരെ മോശമായിട്ടുള്ള ഹെയർ ആയിരുന്നു. എൻ്റെ പൊട്ടിപ്പോകുന്ന ടൈപ്പ് ഹെയർ എൻ്റെ കിട്ടിയത്. ആ ഹെയറിൽ നമ്മൾ ചെയ്ത് ഇപ്പോൾ ഇത് 3-ാം തവണയാണ് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റീൻ ചെയ്യുന്നത്. അപ്പോൾ കേൾസ് വേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലെയറും വേണ്ട, ഒന്ന് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലെങ്ത് കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് ആ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതി ചെയ്തിട്ടുണ്ട്. ഈ ഹെയറിനകത്ത് ഇപ്പോൾ നമ്മൾ കെരാറ്റിനും കൂടെ ചെയ്യുന്നത് കൊണ്ട് ഇടയ്ക്കൊക്കെ പ്രോട്ടീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണം. ഡ്രൈനെസ്, ഡാൻഡ്രഫ് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണം. അതല്ലെങ്കിൽ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല കെരാറ്റിനും കൂടെ ചെയ്താൽ. ഇത് മൂന്നാമത്തെ ഹെയർ ഇപ്പം 1 വർഷമായതാണ് നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത്. ഇപ്പോൾ അത് കാണുമ്പോൾ അറിയാൻ പറ്റും ഒരുപാട് കേൾസ് ഇല്ലാതെ കിളുക്കുന്നത്. അപ്പോൾ അങ്ങനെ കിളിർത്ത് വന്നതുകൊണ്ട് നമുക്ക് വലിയ ചേഞ്ച് തോന്നുന്നില്ല ഹെയറിന്. അതേ രീതിയിൽ തന്നെ എൻ്റെ ഭാഗത്ത് കുറച്ച് തിന്നായിട്ടുള്ള ഹെയർ ആയിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് കേൾസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ലെങ്ത്. അപ്പോൾ നമുക്ക് 1 വർഷം കൊണ്ടുള്ള കിളിർപ്പാണ് ഇത്രയും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 1 വർഷം കൊണ്ടുള്ള ഈ ഒരു ലെങ്ത് ചെയ്തിട്ട് ഇനി 6 മാസമൊക്കെ ആകുമ്പോൾ ഇത് റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം. ആ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് നല്ല തിക്കായിട്ടുള്ള ഹെയറായിട്ടും ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് താഴോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ എൻഡിനുള്ള ആ ഒരു വേവിങ് കിട്ടും. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്